ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്ന സുവിശേഷ ഭാഗങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു. വ്യത്യസ്ത തരം പ്രത്യക്ഷീകരണങ്ങളാണ്. തിങ്കളാഴ്ച ജ്ഞാനമായും, ചൊവ്വാഴ്ച കരുണയായും, ബുധനാഴ്ച പ്രാർത്ഥനയുടെ ശക്തിയായും, വ്യാഴാഴ്ച വിമോചനമായും ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ യേശു ദൗത്യം ആരംഭിക്കുന്നു എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടി സിനഗോഗിൽ വായനയ്ക്കായി എഴുന്നേറ്റ് എന്ന യേശു യെശയ്യാ പ്രവാചകന്റെ വചനഭാഗങ്ങൾ വായിക്കുകയും അത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ നിറവേറിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ ഭാഗം വായിച്ചു തുടങ്ങുമ്പോൾ പറയുന്നതിനെയാണ്: യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് ഒരു സാബത്ത് ദിവസം പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ ചുരുള് അവന് നൽകപ്പെട്ടു. ചുരുള് നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു. നമ്മൾ നോക്കണം, ഈ ചുരുള് നിവർത്തി എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് സങ്കീർത്തനങ്ങള് 119, 130, 119 സങ്കീർത്തനം 130 വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങയുടെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. നമുക്ക് ഏറ്റവും വലിയ സങ്കീർത്തനമാണിത്. അതിനകത്ത് പറയുന്ന വാക്യമാണ്: അങ്ങയുടെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഇവിടെ ഈശോ ചുരുള് നിവർത്തുകയാണ്. ഈശോ ചുരുള് നിവർത്തുമ്പോൾ ഇങ്ങനെ ഈ വചനഭാഗത്തിൽ പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം. ബൈബിള് തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം ബൈബിള് തുറക്കുന്ന വേറെ ആരുമല്ല, വചനം മാംസം ധരിച്ച് നിൽക്കുന്ന ഈശോ തന്നെയാണ് ഈ ബൈബിള് തുറക്കുന്നത്, ചുരുള് തുറക്കുന്നത്. അപ്പൊ ഈശോ തന്നെ ബൈബിള് തുറക്കുന്നു. അതാണ് ഈ ഭാഗത്തിന്റെ ഭയങ്കര ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈശോ ബൈബിള് വായിക്കുകയാണ്, ചുരുള് വായിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈശോ ഇങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. വായിക്കുന്നത് കൃത്യമായിട്ടും താൻ ആരാണ്, താൻ എന്തിനു വേണ്ടി വന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഈശോ വായിക്കുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും, അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കുവാനും, കർത്താവിന്റെ പ്രസാദവത്സരം പ്രഘോഷിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു: ചുരുള് മടക്കി ശുശ്രൂഷനെ ഏൽപ്പിച്ചു. പിന്നെ പറയുന്നു: ചുരുള് മടക്കി, ചുരുള് നിവർത്തി, ചുരുള് മടക്കി. ഈ ചുരുള് മടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വരി നമ്മൾ വായിക്കുന്നതിനാണ്: സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. ഇപ്പൊ ചുരുളിലല്ല, അവനിൽ തറച്ചിരിക്കുന്നത്. അവനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ചുരുള് മനുഷ്യനായി മാറി ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ കാലങ്ങളായി വായിച്ചുകൊണ്ടിരുന്ന വചനമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. അപ്പം വചനം മനുഷ്യനായി അവതരിച്ചു എന്ന വെളിപ്പെടുത്തൽ ഈശോ നൽകുന്നത് വിമോചനത്തിനായി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ്. വചനം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ലിബറേഷൻ. വചനം വിടുതലിന് വേണ്ടിയുള്ളതാണ്, വിമോചനത്തിന് വേണ്ടിയുള്ളതാണ്. പലതരം വിമോചനങ്ങളെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ദരിദ്രരെയാ ഈ വചനം അറിയിക്കുന്നത്, പാവപ്പെട്ടവന് വേണ്ടിയാണ് ഈ വചനം. ഈ വചനം ഈ പണം സമ്പാദിക്കാൻ ഓടി നടക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാണ്. സ്വയം ദരിദ്രനാകാനും അല്ലെങ്കിൽ ദരിദ്രന് വേണ്ടി ദരിദ്രനാവാനും ഒക്കെ മനസ്സുള്ളവന് വേണ്ടിയുള്ളതാണ്. ദരിദ്രരുടെ സഭയിൽ നിന്ന് ഫ്രാൻസ് പാപ്പ പറഞ്ഞ പോലെ ഇപ്പൊ അവരെയൊക്കെ മറന്നു കളഞ്ഞിട്ട് ആർത്തി പൂണ്ട് ഇങ്ങനെ എല്ലാം വിഴുങ്ങാൻ നടക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ബൈബിൾ. അവന് വായിക്കാനോ വ്യാഖ്യാനിക്കാനോ പറയാനോ പ്രഘോഷിക്കാനോ യോഗ്യതയില്ല ബൈബിള്. കാരണം അവന് ആ ബൈബിള് ജീവിക്കുന്നില്ല. അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണത് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ചുരുള് നിവർത്തിയിട്ട് വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്ന കാര്യം: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രനെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു, അവൻ അഭിഷേകം ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലെ മലയാള പ്രസംഗം എന്ന് പറഞ്ഞത് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ സമതല പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അവിടെയും കൃത്യമായിട്ടും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ സുവിശേഷ ഭാഗ്യങ്ങൾ പറയുന്നത്. 6-ാം അധ്യായത്തിൽ 20-ാം വാക്യം ഈശോ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്, നിങ്ങൾക്കുള്ളതാണ്.
പിന്നെ ഈ പണത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ആർത്തി കൊണ്ട് നടക്കുകയും അഴിമതി കാണിക്കുകയും ചെയ്യുന്നതിനുള്ളതല്ല ഈ ബൈബിളും കത്തോലിക്ക സഭയും കുർബാനയും ഈശോയും എന്ന് വ്യക്തമാക്കുന്ന വചനത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇതാണ് മാനിഫെസ്റ്റേഷൻ, ഇതാണ് വെളിപാട്. ഇന്നത്തെ വെളിപാട് ഇതാണ്. വ്യാഴാഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഈശോ പറയുകയാണ്, വചനം ആകുന്ന ചുരുള് മനുഷ്യനായി മാറി നിന്റെ മുൻപിൽ നിൽക്കുന്നു, ഞാനാണത്. ഞാൻ പറയുന്നു, ഈ ബൈബിള് ഞാനും ദിവ്യകാരുണ്യവും ഒക്കെ ദരിദ്രന് വേണ്ടിയുള്ളതാ, പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാ. സമ്പന്നൻ എന്ന് പറയുമ്പോഴത്തേക്ക് അധ്വാനിച്ച് സമ്പത്ത് നേരായ വഴിക്ക് സമ്പാദിച്ച ആൾക്കാർ വേണ്ടിയുള്ളതല്ലെന്നല്ല ഇതിനർത്ഥം. നേരായ വഴിക്കല്ലാതെ അഴിമതി കാണിച്ചും അനീതി കാണിച്ചും ആർത്തി കാണിച്ചും ഒക്കെ പണം സമ്പാദിച്ചിട്ടുള്ള അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്. അവർക്ക് ഇത് തൊടാനുള്ള യോഗ്യതയില്ല, വായിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഓർക്കണമെന്ന് കർത്താവ് ഓർപ്പിക്കുക. ഇത് പറയാണ്, ഈശോ പറയാണ്, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അന്ധർക്ക് കാഴ്ച, ഇതെല്ലാം പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു വളരെ മനോഹരമായിട്ട്, ഇപ്പം അന്ധർക്ക് കാഴ്ച തരുമ്പോൾ ഈശോ പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാനാണ് വെളിച്ചം. ഈ ബൈബിളിൽ നിന്നും ചുരുള് തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് പറയുന്നതിനകത്ത് തന്നെ അന്ധകാരം മാറുന്നു. അപ്പം മുറിക്കുമ്പോൾ കണ്ണ് തുറന്നു എന്ന് പറയുന്നിടത്ത് അന്ധകാരം മാറുന്നു. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം. ഈ ഡയറക്റ്റായിട്ട് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുണ്ട്, അനീതി പോലും അടിച്ചമർത്തപ്പെട്ടവരുണ്ട്, നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ. കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് നീതിപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടിയിരുന്ന ആൾക്കാർക്ക് നീതി നിഷേധിച്ചിട്ട് അവരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടവരുടെ കാറ്റഗറി പെടുന്നവർ തന്നെ. അവരെ എല്ലാമാണ് ഈശോ വിമോചിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഈ വചനഭാഗം എടുത്തിട്ട് തിയോളജൈസ് ചെയ്ത് ദൈവശാസ്ത്രപരമാക്കിയിട്ട് പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാം. ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം വളരെ പ്ലെയിൻ ആയിട്ട് വ്യാഖ്യാനിക്കാനുള്ളതാണ്, വളരെ ഡയറക്റ്റാ. അത് ഈ ആത്മാവിൽ ദരിദ്രരൊന്നും അല്ല പറയുന്നത്, അതിന് വ്യാഖ്യാനമൊന്നുമില്ല. ദരിദ്ര ഭാഗ്യവാന്മാർ ആരാണോ നിന്റെ കാരണം പട്ടിണിയിലായിരിക്കുന്നത്, അവകാശപ്പെട്ടത് കിട്ടാതെ നിൽക്കുന്നത്, നീതി നിഷേധിച്ചിട്ട് അവൻ ദരിദ്രനായിരിക്കുന്നത്, അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പറയാണ്, അവന്റെ വിമോചനമാണ്, അവനുള്ള സുവിശേഷമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ചുരുള് തുറക്കും പറയുക. ചുരുള് തുറക്കുമ്പോൾ പരക്കുന്ന പ്രകാശം ഇത് തന്നെയാണ്. നമ്മള് സങ്കീർത്തനങ്ങൾ 119, 119 സങ്കീർത്തനം 130 വാക്യം പറയുന്നതനുസരിച്ച് കർത്താവിന്റെ വചനത്തിന്റെ ചുരുള് തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു. ഈ പ്രകാശം കിട്ടാത്തവൻ ഇരുട്ടി നടക്കുന്നു. ഈ ബോധ്യത്തിലേക്കാണ് ഇന്നത്തെ ഈ എപ്പിഫനി, ഇന്നത്തെ പ്രത്യക്ഷീകരണത്തിന്റെ ചിന്തകൾ നമ്മളെ വഴി നടത്തുന്നത്. കർത്താവ് എന്തിനു വന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവരും എല്ലാവരും, സഭാ നേതൃത്വത്തിലാണെങ്കിലും സഭാ ശുശ്രൂഷകളിലാണെങ്കിലും സാധാരണ വിശ്വാസികളിലാണെങ്കിലും ഈ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.